ദൈവത്തിന് മഹത്വം. ഈ നല്ല സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഓരോ പുതിയ ദിവസവും ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവം നമ്മളെ കരുതി നടത്തി പരിപാലിക്കുന്നു. ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വളർന്നു വരുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമുക്കൊരു ദിവസം നൽകി തരുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും അതെല്ലാം കർത്താവിനൊന്നുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി ക്രിസ്തുവിൽ വളരുന്നത്. അങ്ങനെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യതയോടുകൂടെ ചെയ്ത് കർത്താവിനോട് ചേർന്ന് ഈ ജീവിതയാത്ര മുന്നോട്ട് പോകുമ്പോൾ ദൈവജനത്തിൽ പറയുന്ന പോലെ നമ്മൾ തികഞ്ഞ ഒരു സമ്പൂർണ്ണ ദൈവത്തെ സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിത്തീരുന്നു. യേശുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ പൈതൽ വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ആത്മാവിൽ ബലപ്പെട്ട് ദൈവകൃപയിൽ മുതിർന്ന് ദൈവത്തിന് മനുഷ്യർക്കും പ്രസാദമുള്ള യേശുവിനെ പോലെ നമ്മളുമായിത്തീരും. നമ്മളിലുള്ള എല്ലാ ജഡീക പാപപ്രമാണങ്ങളൊക്കെ നീക്കിക്കളയുവാൻ കർത്താവിനോട് ചേർന്നുള്ള യാത്ര നമ്മളെ സഹായിക്കും. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒറ്റപ്പെടലുകളും നിരാശകളും ഇല്ലായ്മകളൊക്കെ വരും. എന്നാൽ കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചത്? അവനിൽ നിന്ന് ജനിച്ചത്. അപ്പോൾ ആ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അവരോട് ചേർന്ന് നടത്തി ആ ദൈവജീവന്റെ സമൃദ്ധിയിലേക്ക് നടത്തും. മാത്രമല്ല വചനം പറയുന്ന അവനിൽ വിശ്വസിക്കുന്നതെന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ നടക്കുന്നവർ കുറവായിരിക്കുമ്പോൾ നമ്മൾ ഉത്തരവാദിത്തമാണ് വിശ്വാസന നായകനും പൂർത്തീകരിക്കുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നുള്ളത്. കാരണം കർത്താവ് തന്നെ പറഞ്ഞ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അപ്പോൾ നമ്മൾ ഉത്തരവാദിത്തമാണ് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി ആത്മാവിൽ ധൈര്യപ്പെട്ട് ദൈവവചനാനുസരണത്തിൽ കൂടി മുന്നോട്ട് പോകണമെന്ന് ഇന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 25-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 25-ാം വാക്യം. അവിടെ പറയുന്നത്, ദാസൻ യജമാന്റെ വിധേയമല്ല, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. ഇവിടെ പറയുന്നൊരു കാര്യം, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. നമുക്ക് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളൊരു വാക്യമാണ് ഗുരുവിനെ പോലെ ആകുക. ഏതൊരു ദൈവ പൈതലിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഗുരുവിനെ പോലെ ആകണം, അഥവാ യേശുവിനെ പോലെ ആകണം. ഈ ഒരു ആഗ്രഹം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവവചനത്തെ ഗ്രഹിപ്പാനോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനം അതേ ആത്മാവിൽ ഗ്രഹിച്ച് ആ വചനത്തെ അനുസരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ ഇത് നമുക്ക് ഒരു ഭാരമായിട്ടൊക്കെ തോന്നും. പലപ്പോഴും വചനം കേൾക്കുമ്പോൾ അത് പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നതിൻ്റെ കാരണം ഈ പറയുന്നൊരു അനുഭവത്തിലേക്കൊക്കെ ഒരുങ്ങി വരണമെന്നുള്ളതിൻ്റെ തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ഓരോരോ വചനങ്ങളും നമ്മൾ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു പൂർണ്ണതയിലേക്ക് ദൈവത്തിൻ്റെ എല്ലാ മക്കളും ആയിത്തീരണം എന്നുള്ളത് ദൈവവചനത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ എന്നുള്ള കാര്യവും ദൈവവചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം വചനം നമ്മളോട് പറയുന്നുണ്ട്, ഉള്ളവനേവനും കൊടുക്കും, ഇല്ലാത്തവനോ ഉള്ളതും കൂടെ എടുത്തു കളയും. അപ്പോൾ ഉള്ളവനേവനും കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗുരുവിനെ പോലെ ആകണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഓരോ ദിവസവും നയിക്കപ്പെടുന്ന ഒരു അനുഭവം, വചനത്തെ മുറുകെ പിടിക്കുന്ന ഒരു അനുഭവം, വചനമനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ളൊരു ആഗ്രഹം, കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവം, ഒരു വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ഒരു ആഗ്രഹം, ഇതാണ് ഈ ഗുരുവിനെ പോലെ ആയിത്തീരാനുള്ളൊരു ആഗ്രഹം ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടാകുന്നത്. അപ്പോൾ ഈ നാളുകളിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വർദ്ധിക്കണം. കാരണം കർത്താവ് പറഞ്ഞു, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. അപ്പോൾ ഒരു വ്യക്തിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് തൻ്റെ ആത്മാവിന് അളവ് കൂടാതെ പോയാൽ അവൻ ആത്മാവിന് അളവ് കൂടാതെയല്ലോ പകരുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഈ ഗുരുവിനെ പോലെ ആകാനുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ സാധീകരിക്കുവാൻ അല്ലെങ്കിൽ സാക്ഷാത്കരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ ആഗ്രഹ നിവൃത്തിയുടെ പൂർണ്ണതയിലേക്ക് നടപ്പാനായിട്ട് ഒരു വ്യക്തിയെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് വചനം പറയുന്നത് അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ പകരുന്നത്. അപ്പോൾ ആ പകരുന്ന കൃപ, ആത്മാവിൻ്റെ ശക്തിയാണ് ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി ഒരു ശിഷ്യത്വ മനോഭാവമുള്ള ഒരു വ്യക്തിയെ ഗുരുവിനെ പോലെയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മറന്നു പോകരുത്. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വചനത്തെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തുള്ളൂ. ഇനി എങ്ങനെയാണ് സാധ്യമാകുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കർത്താവ് പറയുന്നുണ്ട്, എങ്ങനെയാണിത് സാധ്യമാവുക? യോഹന്നാൻ്റെ സുവിശേഷം ഗുരുവിനെ പോലെ ആകണമെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷെ എങ്ങനെയാണ് ഗുരുവിനെ പോലെ ആകുക എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്.
തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പൊ ഗുരുവിനെ പോലെ ആകണം എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ആഗ്രഹമെങ്കിൽ ആ ഒരു ആഗ്രഹത്തോടു കൂടെയാണ് ഒരു ശിഷ്യത്വ മനോഭാവത്തിലേക്ക് നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന് വിധേയപ്പെട്ടതെങ്കിൽ ഇവിടെ പറയാണ് എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. അപ്പോൾ വചനത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പറയുന്ന ഒരു ശിഷ്യത്വ മനോഭാവത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ഒരു അനുഭവം ഇതൊരു തുടർമാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണ്. ഒരു കുഞ്ഞു വളരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൂക്കോസിന്റെ സുവിശേഷം 4 പറയുന്ന പോലെ 2 അധ്യായത്തിൻ്റെ 40-52 പറയുന്ന പോലെ, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയിൽ മുതിർന്നു, ദൈവത്തിന് മനുഷ്യർക്ക് പ്രസാദമുള്ളവനായി. ഇതാണ് ഒരു ശിഷ്യത്വ മനോഭാവത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ആ വ്യക്തി രൂപാന്തരത്തിലേക്ക് വരാൻ തുടങ്ങും. കാഴ്ചപ്പാടുകൾ, ചിന്താഗതികൾ, വാക്കുകൾ, പ്രവൃത്തികൾ, ബന്ധങ്ങൾ, ഇടപെടലുകൾ, കുടുംബജീവിതം, വ്യക്തിജീവിതം എല്ലാം ഈ പറയുന്നൊരു അനുഭവത്തിലേക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ആ വ്യക്തി വളരാനായിട്ട് തുടങ്ങും. മാത്രമല്ല വചനത്തിൽ നിലനിന്നുകൊണ്ട് മാത്രമേ ഇത് സാധ്യമാകത്തുള്ളൂ. നമ്മൾ വചനത്തിൽ നോക്കുമ്പോൾ പലരും ദൈവവചനത്തിൽ മാറിപ്പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെന്ത് ചെയ്യണം? വചനത്തിൽ ഉറച്ചു നിൽക്കണം. നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം തന്നെ 5-ാം അധ്യായത്തിൻ്റെ 37-38 വാക്യമൊക്കെ വായിക്കുമ്പോൾ അവിടെ 1-2 കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഒരു വ്യക്തി പറയുന്ന ഒരു അനുഭവത്തിലേക്ക് കയറി വരിക എന്നുള്ളത്. 5-ന്റെ 37-38 എന്ന് വായിച്ച് യോഹന്നാന്റെ സുവിശേഷം. എന്നെ അയച്ച പിതാവ് താനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവന്റെ രൂപം കണ്ടിട്ടില്ല, അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല. നോക്കിയപ്പോൾ ഇവിടെ ഒരു കാര്യം പറയാണ്, അവന്റെ ശബ്ദം, അവന്റെ രൂപം, അവന്റെ വചനം, ഇത് അവരിൽ വസിക്കുന്നില്ല. പക്ഷെ നമ്മളിൽ എന്ത് ചെയ്യണം? ഇത് 3 നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അവന്റെ ശബ്ദം, അവൻ്റെ ശബ്ദത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്, ദൈവത്തിൻ്റെ ശബ്ദം. അപ്പോൾ നമ്മൾ പഴയ ഉടമ്പടി പുസ്തകത്തിലൊക്കെ നോക്കുമ്പോഴും അതുപോലെ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ ഈ കർത്താവിൻ്റെ ശബ്ദം, അവൻ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള അവൻ്റെ ശബ്ദം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ യഹൂദന്മാരോടാണ് അത് പറയുന്നത്. അവൻ്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമകാലത്ത് മോശയോട് ദൈവം സംസാരിച്ചതുപോലെ, അല്ലെങ്കിൽ മേഘത്തിൽ നിന്നുകൊണ്ട് ദൈവം സംസാരിച്ചതുപോലുള്ള ഒരു സംസാരമല്ല ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. ആ സംസാരിച്ചത് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനമായിട്ട്. അത് കേൾക്കുന്ന നമ്മൾ, അത് ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണെന്ന് തിരിച്ചറിയണം, അല്ലേ? നമ്മളുടെ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവം നമ്മളെ വചനത്തിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളോട് സംസാരിക്കുന്നത്. ഞാൻ നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാണിച്ചിരുന്നത്? വചനത്തിൽ കൂടിയാണ് കാണിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം നമ്മൾ രാപ്പകൽ വചനം ധ്യാനിക്കുകയും വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഓരോ സാഹചര്യങ്ങളുടെ നടുവിൽ പരിശുദ്ധാത്മാവ് വചനത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തും. അവൻ്റെ ശബ്ദം വ്യക്തമായിട്ട് നമ്മളുടെ ആത്മാവിൽ നമുക്ക് കേൾപ്പാനായിട്ട് സാധിക്കും. അത് നമ്മളെ വ്യക്തിയോടുകൂടെ ഓരോ ദിവസവും മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കും. മാത്രമല്ല അവൻ്റെ രൂപം കണ്ടിട്ടില്ല, പക്ഷേ നമ്മൾ അവനെ കണ്ടിട്ടില്ല, പക്ഷേ ദൈവവചനത്തിൽ കർത്താവിൻ്റെ തേജസ്സിനെ വെളിപ്പെടുത്തിയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലേ? മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലൊക്കെ കർത്താവ് തേജസ്കരിക്കപ്പെട്ടതിനെ കുറിച്ച് പറയുന്നില്ലേ, അല്ലേ? മത്തായി 17-ലല്ലേ? മത്തായി 17 6 ദിവസം കഴിഞ്ഞ ശേഷം, അല്ലേ? 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിത്തീർന്നു. മോശയും ഏലിയാവും അവരോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. ഇവിടെ മതി, എത്ര മതി. അപ്പൊ ഇവിടെ നോക്കിയാൽ കണ്ടോ, ഇവിടെ പറയണം അവന്റെ രൂപം കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കത് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് കർത്താവ്, തേജസ്കരിക്കപ്പെട്ട കർത്താവിനെ. ഇപ്പോൾ 2 തരത്തിൽ കർത്താവിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒന്ന്, ജഡധാരിയായി പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശുവിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി, അല്ലേ? അവൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. ആ പുത്രനാണ് യേശു എന്ന് പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ദൈവം എങ്ങനെയാണ്
എന്താണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന്. കാരണം നമുക്ക് സകലത്തിലും മാതൃകയുള്ളൊരു ജീവിതം കഴിക്കാൻ വേണ്ടിയിട്ടാണ് യേശു എന്ത് ചെയ്ത് ഈ ഭൂമിയിലേക്ക് വന്നത്. ഒപ്പം തന്നെ ആ ഒരു ജീവിതം നമ്മളെ ഏതൊരു അനുഭവത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ അവൻ അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടത്. മനസ്സിലായോ? തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം കർത്താവ് കാണിച്ചു തരികയാണ്. ഇന്ന് നമ്മൾ ഗുരുവിനെ പോലെയുള്ള ഒരു ആഗ്രഹത്തിൽ നമ്മൾ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ ദിവസവും നയിക്കപ്പെടുമ്പോൾ ആ യാത്ര നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എവിടേക്കാ? തേജസ്സുള്ള കർത്താവിൻ്റെ സന്നിധിയിൽ തേജസ്സിൽ നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ്. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം. കാരണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് പലവിധമായിട്ടുള്ള ഒറ്റപ്പെടലുകളും നിന്ദയും പരിഹാസവും ഒക്കെ ഉണ്ടാവും. പലപ്പോഴും ക്ഷീണിക്കും, തളരും. എന്നാൽ ഇതൊക്കെ നമ്മളെ പിറകിലേക്ക് നയിക്കാൻ വേണ്ടി പിശാച് പലവിധ തന്ത്രങ്ങൾ മെനയുമ്പോൾ എൻ്റെ നടുവിൽ തേജസ്സുള്ള കർത്താവിൻ്റെ ശബ്ദവും തേജസ്സുള്ള കർത്താവിൻ്റെ ആ തേജസ്സുള്ള രൂപവും നമ്മളെ കർത്താവിനോട് ചേർന്ന് ഓരോ ദിവസം മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ ശക്തീകരിക്കുക, അല്ലേ? അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു, അവിടുത്തെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പോൾ ഞാൻ ആകുന്നത് കൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായി പോലും. അപ്പോൾ നമ്മളും ബലപ്പെടുവാനായിട്ട്, നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ നമ്മളെ ശക്തിപ്പെടുത്തുവാൻ, ആശ്വസിപ്പിക്കുവാൻ, സമാധാനത്തിൻ്റെ പ്രഭുവായ കർത്താവിൻ്റെ സമാധാനത്തെ നമ്മളെ നിറയ്ക്കുവാനൊക്കെ കർത്താവ് മതിയായവരാണ്. അപ്പോൾ ഇവിടെ അവൻ്റെ രൂപം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കത് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി. അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. മാത്രമല്ല അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. അപ്പോൾ ഇത് നമ്മൾ പ്രാപിക്കാൻ പോകുന്ന ദൈവ തേജസ്സിനെ കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി എന്ന് നമ്മൾ പറഞ്ഞ വചനം നമ്മൾ നേരത്തെ വായിച്ചു. അപ്പോൾ എന്തിനെ ഗുരുവിനെ പോലെ ആകാൻ പറയുന്നത്? ഈ തേജസ് നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് തേജസ് എന്ന് പറഞ്ഞാൽ? തേജസ് എന്ന് പറഞ്ഞാൽ നിത്യനായ ദൈവത്തോടു കൂടെ നിത്യത മുഴുവൻ വസിക്കുവാനുള്ള ഒരു തലത്തിലോട്ട് നമ്മൾ ഒരുക്കുന്നതിനാണ് ഈ തേജസ് എന്ന് പറയുന്നത്. ദൈവത്തോടു കൂടെ വസിക്കണമെങ്കിൽ തേജസ് ഇല്ലാതെ ആർക്കും ദൈവത്തോടു കൂടെ വസിക്കാൻ പറ്റത്തില്ല. ദൈവത്തോടു കൂടെ വസിക്കാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ തേജസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ദൈവം തേജസ്സുള്ളവനാണ്, ദൈവം വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്, ദൈവം വിശുദ്ധനാണ്. അപ്പോൾ നമ്മളും ആ ഒരു അനുഭവത്തിലേക്ക്, നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ്സിനെ ഇന്ന് തിരികെ നമ്മൾ പ്രാപിക്കുന്നത് പുത്രനായ യേശു ജീവിച്ചതുപോലുള്ളൊരു ജീവിതം ജീവിക്കുമ്പോഴാണ്. അതാണ് യേശുവിൻ്റെ ജീവിതത്തെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ആ ജീവിതം നമ്മളെ കൊണ്ടെത്തിക്കുന്ന എവിടെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യേശു എന്ത് ചെയ്തത്? യാക്കോബിനെയും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് മലയിലേക്ക് കയറി അവിടെ രൂപാന്തരപ്പെട്ടതിന് വേണ്ടിയിട്ടാണ്. ഈ ജീവിതം നമ്മളെ ഈ ഒരു അനുഭവത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇത് മറ്റുള്ളവർക്ക്, ലോകത്തുള്ള ആളുകൾക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലായി നമ്മൾ അവസാനത്തോളം സഹിച്ചു നിൽക്കുകയും അതിനൊത്തവണ്ണം ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യണം. കാരണം ഇത് ഒരു ദിവസം 2 ദിവസമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കർത്താവ് പറഞ്ഞാൽ ഇടുക്കുവാതിലൂടെ കടക്കാൻ പോരാടുവിൻ, അല്ലേ? അനേകരും എന്ത് ചെയ്യും? അതിൽ ശ്രമിക്കും, പക്ഷെ നടക്കത്തില്ല. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന ഒരു അനുഭവത്തിലേക്ക്, ദൈവ തേജസ് അങ്ങനെ ചുമ്മാ കിട്ടുന്നൊരു കാര്യമല്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ പലരും ചിന്തിച്ചിരിക്കുന്ന ഈ കർത്താവിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായി ബുദ്ധിമുട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ദിവസം മാത്രമേ പ്രശ്നമുള്ളൂ. അങ്ങനെയല്ല. എന്നും എന്തുണ്ട്? ഈ ക്രൂശ് എന്നും എടുത്തുകൊണ്ട് നടക്കണം, അല്ലേ? ഒരു ദിവസം 2 ദിവസമാണോ ക്രൂശ്? അല്ല, നാൾത്തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് നടക്കണം. പക്ഷേ എന്ത് സംഭവിക്കുന്നു? ഈ കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ ഈ ക്രൂശിൻ്റെ ഭാരം കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊരു ഭാരമായിട്ട് തോന്നത്തില്ല. ഇതാണ് അതിൻ്റെ പ്രത്യേകത. മനസ്സിലായോ? എൻ്റെ ചുമട് ലഘുവും എൻ്റെ മുഖം മൃദുവുമാണ്. മാത്രമല്ല ഈ ക്രൂശ് നമ്മൾ ചുമക്കുമ്പോൾ ഇതിൻ്റെ ഒരു തലയ്ക്കൽ കർത്താവ് നമ്മളോട് കൂടിയുണ്ട്. എൻ്റെ ദുഃഖമേറ്റുകൊണ്ട് എന്നോട് പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ നമുക്കിത് പ്രയാസമുള്ളതായിട്ടൊക്കെ തോന്നുമെങ്കിലും തുർമാനമായി കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും ഒരു ഭാരമുള്ളതായിട്ട് തോന്നത്തില്ല. മറിച്ച് ദൈവ തേജസ്സിലേക്ക് എന്നെ നയിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞില്ലേ, അവൻ്റെ മുഖം സൂര്യനെ പോലെ മിന്നി എന്ന് പറഞ്ഞില്ലേ? നമ്മൾ കൊരിന്ത്യ ലേഖനത്തിലേക്ക് പോകുമ്പോഴാണ് ഈ തേജസ്സിനെ അവിടെ കാണുന്നത്. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രങ്ങളും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ടെന്ന് അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രാപിക്കാനുള്ള തേജസ് എങ്ങനെയുള്ളതാണെന്ന് നിശ്ചയിക്കപ്പെടുന്നത് ഈ ഭൂമിയിലെ നമ്മളുടെ ജീവിതത്തിലാണ്. വ്യക്തിജീവിതം, കുടുംബജീവിതം, ബന്ധങ്ങൾ, ശുശ്രൂഷ, എല്ലാത്തിലും കൂടിയാണ് ഇതിൻ്റെ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ തേജസ് ഏതളവിലാണ് തേജസ് പ്രാപിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാപിക്കാൻ പോകുന്ന തേജസ്സിന് ഇന്ന് വെളിപ്പെടുത്തുന്നത് നമ്മളുടെ വ്യക്തിജീവിതമാണ്. ആ വ്യക്തിജീവിതമാണ് യേശുവിനെ പോലെ ആയിത്തീരാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. പൈതൽ വളർന്ന് ജ്ഞാനം നിറഞ്ഞ ആത്മാവിൽ ബലപ്പെട്ട് ദൈവകൃപയിൽ മുതിരും ദൈവത്തിന് മനുഷ്യൻ പ്രസാദമുള്ളവരായി തീർന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളുടെ വ്യക്തിജീവിതത്തിൽ, നമ്മളുടെ സാമൂഹിക ജീവിതത്തിലൊക്കെ നമ്മൾ എങ്ങനെ ഇടപെടുന്നു, അത് അവിടെ യേശുവിനെ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ, യേശുവിനെ വെളിപ്പെടുത്തുന്നുണ്ടോ?
ക്രിസ്തുവിൻ്റെ പത്രമായി തീരുന്നുണ്ട്. ക്രിസ്തുവിനെ ധരിച്ചവരാണോ? നമ്മുടെ വാക്കുകൾ എല്ലായ്പ്പോഴും കർത്താവിന് മഹത്വം കൊടുക്കുന്നതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ്, ആ ഒരു ജീവിതമാണ്, ആ ഒരു സ്വഭാവമാണ്, ആ ഒരു ബന്ധത്തിലുള്ള നടപ്പാണ് ഈ ഏതളവിലുള്ള ഒരു തേജസ്സാണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ത്? ഈ പറയുന്ന ഒരു അനുഭവത്തിൽ എന്ത് ചെയ്യണം? ഓരോ ദിവസവും ജീവിക്കണം. മനസ്സിലായോ? ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ഞാൻ ഈ പൈതൽ വളർന്ന് ജ്ഞാനം നിറഞ്ഞെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളൊരു വർഷം ചിന്തിക്കുന്നത് എന്തോ ഇതെന്നും പറയുന്നതല്ലേ. പക്ഷെ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഈ ഗുരുവിനെ പോലെ എങ്ങനെയാവുക എന്നുള്ളത് 6-ാം അധ്യായം 40-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 6:40. ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെ ആകും. അപ്പൊ ഗുരുവിനെ പോലെ ആകണമെന്നുള്ള ഒരു ശിഷ്യന്റെ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നത് അഭ്യാസം തികയണം. ഈ അഭ്യാസം തികയാന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു മനസ്സിലാകാനുള്ളൊരു ഭാഷയാണ് പറയുന്നത്. ഇവിടെ നമ്മളൊന്നും അഭ്യാസം ചെയ്യാൻ പോവല്ല. എന്ത് അഭ്യാസം എന്ന് പറഞ്ഞാൽ വചനാനുസരണത്തിൽ കൂടിയുള്ള ഒരു രൂപാന്തരം, തുടർമാനമായിട്ടുള്ള വചനത്തിന്റെ അനുസരണത്തിൽ കൂടിയുള്ള ഒരു ജീവിതത്തെയാണ് അഭ്യാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ് യേശു കർത്താവ് കാണിച്ചു തന്നത്. യേശു എന്ത് ചെയ്തില്ല? സ്വയമായി ഒന്നും ചെയ്തില്ല. അവൻ എല്ലായ്പ്പോഴും പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു എന്നൊക്കെ ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് കാണാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിൻ്റെ 5-ാം അധ്യായത്തിൽ അതിൻ്റെ 5:20 ഒന്ന് വായിച്ച്. യോഹന്നാന്റെ സുവിശേഷം 5:20. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. മതി. അതിന്റെ 36-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ. കണ്ടോ? ഇത് വല്ല മനസ്സിലായി പറഞ്ഞു. ഇവിടെ നോക്കിയേ, പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, പിതാവ് എങ്ങനെയാണ് ഒരു കാര്യം, ഒരു സാഹചര്യത്തിന്റെ നടുവിൽ എങ്ങനെയാണ് പിതാവ് ചെയ്യുന്നതെന്ന് പിതാവ് പുത്രന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കേട്ടോ? ഇനി ഈ പുത്രന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുത്രന് മാത്രമേ അറിയത്തുള്ളൂ എന്തോ പിതാവ് എങ്ങനെയാണ് ഒരു സാഹചര്യത്തെ ഇടപെടുന്നത് കാണിച്ചു കൊടുത്തത്. അപ്പൊ അത് എങ്ങനെയാണ് മനസ്സിലാക്കുക പിതാവ് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന്? അപ്പൊ പുത്രൻ ചെയ്യുന്നതിനെ കാണണം. അതുകൊണ്ടോട് പറഞ്ഞോ, പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ. കേട്ടോ? പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് പുത്രൻ ഓരോ സാഹചര്യങ്ങളുടെ നടുവിലും നിവർത്തിക്കുന്നത് എന്ന് പുത്രൻ വെളിപ്പെടുത്തുകയാണ്. മനസ്സിലായി? ഇതെന്തിനാ അങ്ങനെ ഇങ്ങനെ മനസ്സിലാക്കുന്നത്? നമുക്ക് അറിയത്തില്ല എങ്ങനെയാണ് ഒരു സാഹചര്യത്തിൽ പിതാവിനെ പ്രസാദിപ്പിക്കേണ്ടത്, അല്ലേ? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചൊരു ചോദ്യം നമുക്ക് 6-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യത്തിൽ കാണാമല്ലോ. 6-ാം അധ്യായത്തിൻ്റെ 28 വായിച്ചു നോക്കിയാൽ ഇതാണ് നമ്മളെല്ലാവരുടെ അവസ്ഥയാണ് പറയുന്നത്. എന്താ ഞങ്ങൾ ചെയ്യുന്നത്? ഇപ്പം ഇങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണം, അങ്ങനെയാണ് ഞങ്ങൾ എന്ത് ചെയ്യണം? എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്താൽ മതിയോ എന്ന് അവിടെ ഒരു ചോദ്യമുണ്ട്. 28-ാം വാക്യം നോക്കിയാൽ, അവർ അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അവിടെ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയോ? കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യട്ടെ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കുറെ കാര്യങ്ങൾ ചെയ്യട്ടെ, അങ്ങനെ ചെയ്താൽ ദൈവം പ്രസാദിക്കുമോ? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ എന്തുവാ ചോദിക്കുകയാണ്. കേട്ടോ? യേശു അവിടെ എന്താ പറയുന്നത്? യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവരിൽ നിങ്ങൾ വിശ്വസിക്കുന്ന അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ? ഇവിടെ പ്രവൃത്തികൾ എന്ന് ചോദിച്ചപ്പോൾ യേശു അതിന് കൊടുക്കുന്ന ഉത്തരം അങ്ങനെ കുറെ പ്രവൃത്തികളൊന്നും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. കണ്ടോ? അപ്പൊ പ്രവൃത്തികളല്ല, പ്രവൃത്തി. എന്തുവാ? അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്ന അത്ര. അപ്പൊ അവൻ അയച്ചവന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്തെങ്കിലും കുറെ കാര്യങ്ങളെല്ലാം ചെയ്യാം. അവൻ അയച്ചവന് വിശ്വസിക്കുന്ന പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ് എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നില്ലേ? ഇല്ലേ? യോഹന്നാന്റെ ലേഖനത്തിൽ പറയാണ് അവന് വിശ്വസിക്കുന്നതെന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കണം. വേണമെങ്കിൽ നോക്കിക്കോ, ആ വാക്യം കൂടി നോക്കിക്കോ. അതിന്റെ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നത് അവൻ നടന്നതുപോലെ നടക്കേണ്ട. അതാണ് കാര്യം. വെറുതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. ആളുകളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടൊന്നും ഒരു കഥയില്ല.
ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തുകൊണ്ടൊന്നും കാര്യം നമ്മുടെ മനസ്സിനൊക്കെ സുഖം കിട്ടും, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവും. പക്ഷെ ആ സന്തോഷം കൊണ്ടൊന്നും അവിടേക്കൊന്നും ചെല്ലാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ചെയ്തവരെ കുറിച്ചാണല്ലോ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ. എന്ത് പറയുന്നത് അല്ലേ? മത്തായിയുടെ സുവിശേഷം അതുകൊണ്ട് നോക്കിക്കുവാണെങ്കിൽ നമുക്കൊരു കറക്ഷന് വേണ്ടിയിട്ട് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21 തൊട്ട് വായിച്ചേക്കാം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നു. നോക്കി അത് കണ്ടോ, അത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. വ്യക്തമായിട്ട് പറയാണ്, എന്തെങ്കിലും കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടൊന്നൊരു കാര്യമില്ല. എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നു. എന്താ പറഞ്ഞതിനർത്ഥം? സ്വർഗരാജ്യത്തിന്റെ ഉടയവൻ പിതാവായ ദൈവമാണ്. ആ പിതാവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ ചെല്ലണമെങ്കിൽ അവന്റെ ഇഷ്ടം ചെയ്യണം. അവന്റെ ഇഷ്ടം എന്താണെന്ന് നമുക്ക് അറിയില്ല. അവന്റെ ഇഷ്ടം എന്താണെന്ന് പുത്രൻ നമുക്ക് വെളിപ്പെടുത്തി തന്നു. അത് മനസ്സിലാക്കി നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട് ധാരാളമായി ദൈവരാജ്യം അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. എന്നിട്ട് പറയാണ് 22-ാമത്തെ വാക്യം, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്ത് പറയും. ഇവര് ചെയ്ത പ്രശ്നം എന്താ? ഇവര് പ്രവചിച്ചില്ലെന്നോ ഭൂതങ്ങളെ പുറത്താക്കിയില്ലെന്നോ വീര്യപ്രവൃത്തി ചെയ്തില്ലെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞ കർത്താവ്? ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. കണ്ടോ, ഇവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. പുത്രൻ ഇതാ നമുക്ക് കാണിച്ചു തന്നത്, എല്ലായ്പ്പോഴും പിതാവിനോട് ചേർന്ന് നടന്നും കൊണ്ട് പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അത് പുത്രൻ നിവർത്തിച്ച് കാണിച്ചു. അപ്പൊ ഇന്ന് നമ്മൾക്കും അതുപോലുള്ളൊരു ജീവിതം ജീവിക്കണമെങ്കിൽ നമ്മളും എന്ത് ചെയ്യണം? ഈ കർത്താവിന് എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം, അല്ലെ? നോക്കണ്ടേ? നമ്മള് സങ്കീർത്തനം 27:8 ഒന്ന് വായിച്ച 27:8, 27:8. സങ്കീർത്തനം 27-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, 27:8. എന്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. കണ്ടോ, എന്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു എന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ആരാ പറഞ്ഞേ? ഒന്നുകൂടി വായിച്ചത്. എന്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം. എന്റെ ഹൃദയം പറയാണ്, എന്റെ ഹൃദയം പറയുന്നു. അതാണ് കാര്യം. എന്റെ ഹൃദയം പറയാണ്, എന്ത് മോനെ, യഥാസ്ഥാനപ്പെടണം, വചനം അനുസരിക്കണം, പാപങ്ങളിൽ വിട്ടുതിരിയണം, വചനത്തിന്റെ അനുസരണത്തിൽ കൂടി മുന്നോട്ട് പോകണം, ഈ പോക്ക് പോയാൽ ശരിയാവത്തില്ല എന്ന് ആര് പറഞ്ഞു? എന്റെ ഹൃദയത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അത് പലപ്പോഴും കേൾക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ അത് കേട്ട് തീരുമാനിച്ചു. 27:8 സങ്കീർത്തനം 27:8. അപ്പോ നമ്മൾ അതിനോടുള്ള ഒരു സമീപനത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവസാനം പറഞ്ഞെന്താ? യഹോവേ, ഞാൻ കണ്ടോ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ അന്വേഷിപ്പിൻ കണ്ടെത്തും. അപ്പൊ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജാഗ്രതയോടെ അന്വേഷിച്ചാൽ കണ്ടെത്തും, അല്ലെ? ജാഗ്രതയോടെ നമ്മൾ അന്വേഷിക്കണം. അപ്പോ ഈ ഒരു വലിയൊരു ആഗ്രഹത്തോടു കൂടെ നമ്മൾ കർത്താവിനെ പിൻപറ്റുമ്പോൾ അവന്റെ മുഖം അന്വേഷിക്കണം. അവന്റെ മുഖം കണ്ടില്ല, നേരത്തെ സുശീലത കണ്ടില്ല? അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച, അല്ലെ? അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ മുഖം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ വചനത്തിൽ കൂടുക തേജസ്സുള്ള കർത്താവിനെ വെളിപ്പെട്ട് കിട്ടുക എന്നേ പറഞ്ഞതിനർത്ഥം. മനസ്സിലായോ? ആ കർത്താവിനെ കാണത്തക്ക രീതിയിലുള്ള ഒരു ഒരുക്കത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുക എന്നുള്ള പറയാം. കാരണം അതിനൊന്നും സമയം ചെലവഴിക്കാൻ ആർക്കും താല്പര്യമില്ല. എല്ലാവരും ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ട് എടുക്കുകയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുന്ന, ലോകത്തിന്റെ മോഹമൊക്കെ ഒഴിഞ്ഞു പോകും. ദൈവഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കുന്നത്. അവസാനം വന്നു കഴിഞ്ഞിട്ട് ഞാൻ പ്രബോധനം ത്യജിച്ചു, ഞാൻ ബോഷനായി പോയി എന്ന് പറഞ്ഞ് പോകാൻ ഒരിക്കലും ഇടവരുത്. സദസ്യഗീത പറയുന്നില്ലേ, ഞാൻ പ്രബോധനം ത്യജിച്ചു, ഞാനൊരു ബോഷനായി പോയി എന്ന് പറയാൻ ഇടവരുത്താതെ നമ്മൾ എന്ത് ചെയ്യണം? പ്രബോധനം കേട്ട് അതിനനുസരിച്ച് മനസ്സ് പുതുക്കി അഭ്യാസം തികയണം. ഗുരുവിനെ പോലെ ആകുന്ന ഒരു വലിയൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തി ഈ അഭ്യാസം തികയാന്ന് പറഞ്ഞാൽ ഒരു വചനത്തിലാണ് ഈ അഭ്യാസം പണി, അല്ലേ? വചനത്തിലാണോ അഭ്യസിക്കണം? വചനമാണോ ഈ അഭ്യാസം തികയാന്ന് പറഞ്ഞത്? നമ്മൾ എന്തെങ്കിലും കായികമായിട്ടുള്ള അഭ്യാസം വല്ലതാണോ? ഇവരെന്തു അഭ്യാസം തികയാന്ന് പറഞ്ഞ? എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനം. കേട്ടോ, അപ്പൊ എന്തുവാ? വചനമാണ് ഒരു വ്യക്തിയെ നീതിയിലെ അഭ്യസനത്തിനും
പ്രയോജനമുള്ളതാണ്. അപ്പൊ ഈ ഗുരുവിനെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ, അഭ്യാസം തിരിഞ്ഞവനൊക്കെ ഗുരുവിനെ പോലെ ആവൂ എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുക. വചനത്തെ അനുസരിക്കുന്ന ഒരു കാലയളവിൽ എൻ്റെ മനസ്സിനും എൻ്റെ ഇഷ്ടങ്ങൾക്കും ഉണ്ടാകുന്ന ആ ഒരു അസ്വസ്ഥതയുണ്ടല്ലോ, അവിടെയാണ് അഭ്യസനം. അവിടെയാണ് ഈ മനസ്സിനെ പുതുക്കുകയാണ് ഞാൻ. മനസ്സിലായോ? ആ മനസ്സിനെ പുതുക്കുമ്പോൾ അവിടെ ഗുരുവിന്റെ സ്വഭാവം എന്നിൽ നിറയാനായിട്ട് ഇടയായിത്തീരും. യേശുവിന്റെ സ്വരൂപത്തോട് ഞാൻ അനുരൂപമാകും. എന്നിലും ദൈവ തേജസ് നിറയും. ആ സൂര്യന്റെ തേജസ്സുള്ള കർത്താവിനെ തേജസ്സിൽ കാണത്തക്ക രീതിയിലുള്ള ഒരു ഗോഡ്ലി നേച്ചർ എൻ്റെ ആ വ്യക്തിയുടെ അകത്ത് നിറയാനായിട്ട് ഇടയായിത്തീരും. മനസ്സിലായോ? അപ്പോ ഈ ഒരു അനുഭവത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നത്. അപ്പൊ അതിന് ഇവിടെ പറയാണ്, അധർമ്മം പ്രവർത്തിക്കുന്നത് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ടോ, ആകയാൽ ഈ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. കേട്ട് നമ്മളെവിടെയെങ്കിലും കേട്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ വചനത്തിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അവന്റെ ശബ്ദം കേട്ട്. നമ്മൾ പറയല്ലേ, ഇവിടെ കേൾക്കാൻ പറ്റും, നമുക്ക് കേൾക്കാൻ പറ്റും. കേട്ടോ, ഇവിടെ കേട്ടില്ലേ? അവന്റെ വചനം കേട്ട്, അവന്റെ ശബ്ദം കേട്ട്. കണ്ടോ, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട്. പിന്നെ നമുക്ക് പർവ്വതത്തിൽ മോശയോട് പറഞ്ഞ പോലെ പറഞ്ഞ് കേൾക്കേണ്ട, ശബ്ദം കേൾക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. നമുക്കിവിടെ വചനത്തിൽ കൂടി നമുക്ക് കേൾക്കാൻ. അവന്റെ വചനം കേട്ട് അത് ചെയ്യുന്നവൻ. മനസ്സിലായോ? അവനോട് പറയുന്നത്, നിങ്ങൾ അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല. നമുക്ക് പറയാൻ പറ്റത്തില്ല, നമ്മൾ കേൾക്കുകയാണ് അല്ലെ. വചനം കേട്ട്. അവന്റെ രൂപം കണ്ടിട്ടില്ല, നമ്മൾ അവന്റെ രൂപം കണ്ടു അല്ലെ. തേജസ്സുള്ള കർത്താവിനെ കണ്ടു. ഇനി അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നില്ല. വചനം ഐശ്വര്യമായ സകല ജ്ഞാനത്തോടു കൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കണം. അങ്ങനെ വസിക്കുന്ന ഒരു വ്യക്തിയെ മാത്രമേ ശബ്ദം കേട്ട്, രൂപം കണ്ട്, വചനം അനുസരിച്ച് നമ്മളെ ഓരോ ദിവസവും നമ്മളെ തേജസ്സിലേക്ക് നയിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങി വരണം. നമ്മൾ ഒരു വാക്യം വായിക്കാം, പത്രോസിന്റെ ലേഖനം. ഈ ഒരു അനുഭവത്തിൽ നമ്മൾ വളരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കർത്താവ് വീണ്ടും ജനിപ്പിച്ചത് അല്ലെ. പത്രോസ് 1:2 വായിച്ചേ. ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തടുക്കപ്പെടുവാനുമായി മൃതന്മാരായവർക്ക് എഴുതുന്നത്. അവിടെ 2 വാക്ക് നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ ഒന്ന്, ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ചു. കണ്ടോ, ഒരു വീണ്ടും ജനനം എന്ന് സംഭവിച്ചത് ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ചു. എന്തിനാണ് ഒരു വ്യക്തിയെ ആത്മാവിനാൽ വിശുദ്ധീകരണം പ്രാപിക്കത്തക്ക രീതിയിൽ കൊണ്ടുവന്നത്? എന്തിനു വേണ്ടിയാ? അവിടുത്തെ പറഞ്ഞു നോക്കി വായിച്ചു. അതാണ് അനുസരണം കാണിക്കാൻ. അനുസരണം നിങ്ങൾ എല്ലാ നടപ്പിലും അനുസരണമുള്ള മക്കളായി തീരണം. അനുസരണക്കേടിന്റെ മക്കളായിരുന്ന നമ്മളെ അനുസരണമുള്ള മക്കളായി തീരുവാൻ ദൈവത്തിനായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിച്ചപ്പോൾ ആത്മാവിനാൽ നമ്മൾ എന്ത് ചെയ്തു? കഴുകി ശുദ്ധീകരിച്ചു അല്ലെ. യേശുവിന്റെ രക്തത്താൽ നമ്മളെ നീതീകരിച്ചു അല്ലെ. കഴുകി ശുദ്ധീകരിച്ചു, നമ്മളെ നീതീകരിച്ചു. അപ്പൊ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകി. നമ്മൾ പ്രഖ്യാപിച്ചു, യേശുവേ നീയാണിനി എന്റെ കർത്താവ് എന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം ആ വ്യക്തിയെ എങ്ങോട്ടേക്ക് നയിക്കണം? തുടർമാനമായിട്ടുള്ള അനുസരണത്തിലേക്ക് നയിക്കണം. ഈ അനുസരണമാണ് അഭ്യസനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അനുസരണമാണ് എന്ത്? അഭ്യസനം. മനസ്സിലായോ? അനുസരണക്കേടിന്റെ മക്കളായിരുന്ന നമ്മളിൽ ഇഷ്ടംപോലെ എന്തുണ്ട്? ഏത് കാര്യത്തോടും എതിർക്കുന്ന മനോഭാവം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതാരും പഠിപ്പിക്കേണ്ട, അതെല്ലാം ഡൈനാമിക് നേച്ചറാണ്, അത് ഉള്ളിൽ കിടക്കുന്നതാണ്. എന്നാൽ വീണ്ടും ജന്മം പ്രാപിച്ച ഒരു വ്യക്തി, നമ്മൾ നേരത്തെ കേട്ടതുപോലെ, അവന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ചാൽ പരിശുദ്ധാത്മാവിന് നമ്മളെ സാഹചര്യങ്ങളുടെ നടുവിൽ അനുസരണത്തിലേക്ക് നടത്താൻ പറ്റും. വചന ഹൃദയത്തിൽ വചനം ഇല്ലെങ്കിൽ നടത്താൻ പറ്റുമോ? അതിനാണ് വചന ഐശ്വര്യമായ സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളുടെ ഉള്ളിൽ വാഴണം. നിങ്ങൾ രാപ്പകൽ ധ്യാനിക്കണം. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ, പുറത്തോട്ട് പോകുമ്പോൾ, അകത്തോട്ട് വരുമ്പോൾ, നിങ്ങളുടെ നെറ്റിമേൽ, നിങ്ങളുടെ കൈമേലൊക്കെ വചനം ആലേഖനം ചെയ്യണം എന്ന് പറഞ്ഞാൽ അർത്ഥം രാപ്പകൽ വചനം ധ്യാനിക്കണം, വചനം ഹൃദയത്തിൽ വസിക്കണം. അങ്ങനെ വചനം ഹൃദയത്തിൽ വസിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് ഞാൻ നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരുമെന്നും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്നും പറയുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരുക്കി കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ
അവിടെ പറയാണ് ദൈവത്തിന്റെ മുന്നറിയിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കണം. മനസ്സിലായോ? അത് എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും കാര്യങ്ങളിൽ അനുസരണമല്ല, അല്ലെങ്കിൽ നമുക്ക് തോന്നിയ കുറെ കാര്യങ്ങൾ അനുസരിക്കാന്നില്ല. നേരത്തെ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിച്ചല്ലോ, ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് പ്രവൃത്തികളാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുണ്ട്, അതല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി. അപ്പോൾ ദൈവം എങ്ങനെയാണ് ഒരു സാഹചര്യത്തിൽ ഒരു കാര്യങ്ങൾ കാണുന്നത്, അത് കൃത്യതയോടുകൂടി ചെയ്യണം. അങ്ങനെ അത് ചെയ്യുമ്പോൾ അതൊരു അഭ്യസനമാണ്. ആർക്ക്? എൻ്റെ ദേഹിക്ക്, എൻ്റെ മനസ്സിനെ ഞാൻ പുതുക്കുകയാണ്. അങ്ങനെ മനസ്സിനെ ഞാൻ പുതുക്കുമ്പോൾ അത് അഭ്യസനമാണ്. ആ അഭ്യസനം എന്നെ ഗുരുവിനെ പോലെയുള്ള ഒരു അനുഭവത്തിലോട്ട് നമ്മളെ നടത്തും. മാത്രമല്ല അത് എന്നിൽ മറഞ്ഞു കിടക്കുന്ന എല്ലാ ഇരുട്ടുകളെ നീക്കിക്കളയും, പാപത്തിന്റെ പ്രമാണങ്ങളെ നീക്കിക്കളയും, അശുദ്ധികളെ നീക്കിക്കളയും. ഓരോ ദിവസവും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. മനസ്സിലായോ? ഈ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ ഒരുക്കിയെടുക്കും. അങ്ങനെയാണ് ഓരോ വ്യക്തികൾ തേജസ്സിന്റെ മക്കളായി തീരുന്നത്. ഇങ്ങനെ ഉള്ള ഒരു അനുഭവത്തിലേക്ക് വളർന്നു വരുന്നവരുടെ കൂട്ടം വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. അത് കർത്താവ് പറഞ്ഞു, ചെറിയൊരു ശേഷിപ്പ്, ചെറിയ ആട്ടിൻകൂട്ടം, കൃപയാൽ ഒരു ശേഷിപ്പ്. ആ ഒരു ശേഷിപ്പിൽ തന്നെ ആയിരിക്കുക എന്നുള്ളത്. കാരണം ഈ തേജസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്ത് നമ്മൾ നേടിയാലും ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ദൈവജനം പറഞ്ഞു, ഒരു ലോകം മുഴുവൻ നേടിയാലും അവന്റെ ജീവനെ നഷ്ടപ്പെട്ടാൽ അവന് എന്ത് പ്രയോജനം? അവന്റെ ജീവന് മറുവിലയായി അവൻ എന്ത് കൊടുക്കും? നിന്റെ പൊന്നിനും വെള്ളിക്കും ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ നിങ്ങളെ വീണ്ടെടുപ്പാൻ പറ്റത്തില്ല. അപ്പോ നമ്മൾ ഈ അതിന്റെ പിന്നാലെ അല്ല ഓടേണ്ടത്, മറിച്ച് ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിനെ പിൻപറ്റുമ്പോൾ നമുക്ക് ആവശ്യമായതെല്ലാം നൽകിത്തരാൻ കർത്താവ് മതിയായവനാണ്. അപ്പോൾ തന്നെ വചനം പറയുന്നുണ്ട്, അനേകം കഷ്ടങ്ങളിൽ കൂടി നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ഭയപ്പെടേണ്ട, ലോകത്തെ ജയിച്ച കർത്താവ് നമ്മളോട് കൂടെയുള്ളതുകൊണ്ട് ഏത് സാഹചര്യത്തിലും കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ആ കർത്താവ് നമ്മളെ ആ ഒരു അനുഭവത്തിലോട്ട് നമ്മളെ നടത്തും. ഗുരുവിനെ പോലെ ആകുക എന്നുള്ള വലിയൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അത് അഭ്യസനത്തിൽ കൂടിയാണ് അത് നമ്മളിൽ ഉളവായി വരുന്നതെന്ന് മനസ്സിലാക്കണം. മനസ്സ് പുതുക്കണം, അവൻ്റെ ശബ്ദം കേൾക്കണം, അവൻ്റെ രൂപം നമ്മുടെ ഉള്ളിലുണ്ടാവണം. കാരണം എപ്പോഴും വചനാനുസരണത്തിലാണ് ഈ തേജസ്സനിൽ നിറയുന്നത് എന്നുള്ളൊരു ബോധ്യം എപ്പോഴും ഉണ്ടാകണം. നമ്മളിലുള്ള ജഡിക സ്വഭാവങ്ങൾ, പാരമ്പര്യമായി വന്നിരിക്കുന്ന സ്വഭാവങ്ങൾ, ഈഗോ, ഞാനെന്ന ഭാവം, സ്വയം, ഇങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇതൊക്കെ കർത്താവിൻ്റെ തേജസ്സിനെ നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. സാഹചര്യങ്ങളുടെ നടുവിൽ അഭ്യസനം തികയുവാൻ മനസ്സ് പുതുക്കുമ്പോൾ അത് ഈ പറയുന്ന എല്ലാ ജഡിക മലിനതകളും നീങ്ങിപ്പോയിട്ട് നമ്മളുടെ മനസ്സിന്റെ പുതുക്കലുകൾ ദൈവ തേജസ്സിൽ നമ്മുടെ ആത്മാവ്, നമ്മുടെ പ്രാണനും നമ്മുടെ ദേഹവും കർത്താവിന്റെ വരവികൾ അനന്യമായി വെളിപ്പെടുമെണ്ണം തേജസ്സിലേക്ക് നമ്മളെ ഒരു വാക്യം കൂടി വായിച്ച് നമുക്ക് നിർത്താം. യോഹന്നാന്റെ സുവിശേഷം 13:35. എങ്ങനെയാണ് ഇതിന്റെ പൂർണ്ണത ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഇത് നമ്മളിൽ ഉളവായി വരുന്നതാണോ, ഉണ്ടോ, വർദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് നമുക്ക് നിർത്താം. 13:35. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ശീമോൻ പത്രോസ് മതി. അവിടെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ആണോ? ഒരു ശിഷ്യത്വത്തിലേക്ക് ഒരു വ്യക്തി നയിക്കപ്പെടണമെങ്കിൽ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാകണം. കാരണം ഈ ലോകത്തുള്ള സ്നേഹം ജഡത്തിലുള്ള സ്നേഹമാണ് ലോകത്തിലുള്ള ഏത് പങ്കാളികളിലുള്ളത്. എന്നാൽ നമ്മളിലുള്ള സ്നേഹം ഈ ദൈവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്നേഹമാണോ, ശിഷ്യത്വത്തിൽ നിന്നും ഗുരുവിനെ പോലെ ആകുവാനായി വളർന്നു വരുമ്പോൾ നിറയപ്പെടുന്ന സ്നേഹമാണോ എന്നുള്ളത് നമ്മൾ ഒന്ന് ശോധന ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഉതിർന്നു പോകുന്നൊരു സ്നേഹം നമ്മളിലുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവിനാലുള്ള സ്നേഹം അല്ല. ഇതാണ് ഈ രണ്ട് തമ്മിലുള്ള തിരിച്ചറിവ്. ഉതിർന്നു പോവുക, പെട്ടെന്ന് നീരസം വരിക, ഉതിർന്നു പോവുക, ഹൃദയം കഠിനപ്പെടുക, കയ്പ് വരിക, പക വരിക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിന് പകരം വേറൊരു സംഭവമാണ് ആ വ്യക്തി നിയന്ത്രിക്കുന്നത്. എന്നാൽ ഇവിടെ പറയാം, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. കണ്ടോ? എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ക്രിസ്തുവിൽ വളർന്നു വരുന്നു, അഭ്യസനം തികയുന്നു, പുത്രന്റെ സ്വരൂപത്തിന് അനുരൂപമാകുന്നു, കർത്താവിൻ്റെ ശിഷ്യനാണ് എന്നൊരു വ്യക്ി മറ്റു വ്യക്തികൾ അറിയുന്നത് എന്തെങ്കിലും പ്രകടമായിട്ടുള്ള ചേഷ്ടകൾ കൊണ്ടല്ല, മറിച്ച് വെളിപ്പെട്ടു വരുന്ന ദൈവസ്നേഹം കൊണ്ടാണ്. കാരണം അതിൻ്റെ തൊട്ട് മുകളിലുള്ളൊരു വാക്യം കർത്താവ് പറഞ്ഞിരുന്നു. കാരണം നമുക്കറിയാം ഒത്തിരി കൽപ്പനകളുണ്ട്. 10 കൽപ്പനകൾ കർത്താവ് തന്നു. ഉപകൽപ്പനകളടക്കം ഏകദേശം എത്ര കൽപ്പനകൾ? 614 കൽപ്പനകളുണ്ട്. പക്ഷെ ആ കൽപ്പനകളെല്ലാം 2 കൽപ്പനയിൽ കർത്താവ് ഒതുക്കുന്നു. എൻ്റെ ദൈവ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം, അല്ലേ? നിങ്ങൾ തമ്മിൽ അല്ലേ?
കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. എന്നിട്ട് എന്ത് ചെയ്ത് കർത്താവ് ആ കൽപ്പനകൾ എല്ലാം എടുത്ത് മാറ്റിയിട്ട് പുതിയൊരു കൽപ്പന തന്നു. ആ കൽപ്പന ഇതിന് തൊട്ട് മുകളിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ശിഷ്യന്മാരെന്ന് അറിയും എന്ന് പറഞ്ഞതിന് തൊട്ട് മുകളിൽ 34-ാമത്തെ വാക്യം വായിച്ച്, യോഹന്നാന്റെ സുവിശേഷം 13:34. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നോക്കിയാൽ കണ്ടോ, ഇവിടെ രണ്ട് കാര്യങ്ങളോട് പറഞ്ഞു. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന തന്നു. അടുത്തത്, ഈ കൽപ്പനയ്ക്ക് ഒത്തവണ്ണമുള്ള സ്നേഹം പരിശുദ്ധാത്മാവിൽ മാത്രമേ ഒരു വ്യക്തിയിൽ എന്തായി വരത്തുള്ളൂ, ഉളവായി വരത്തുള്ളൂ. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഈ ഒരു സ്നേഹം അല്ല മനുഷ്യരിൽ ഉളവായി. അതുകൊണ്ട് എടുത്തു പറഞ്ഞതാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ആ സ്നേഹത്തിന് വളരെ പ്രത്യേക പരിധികളില്ലാതെ, പരാതികളില്ലാതെ, കുറവുകളോടെ അവസാനത്തോളം സ്നേഹിച്ചൊരു സ്നേഹമാണ് കർത്താവിന്റെ സ്നേഹം. ആ സ്നേഹം നമ്മളിൽ നിന്നും ഉളവായി വന്നെങ്കിലേ അടുത്ത വാക്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അപ്പൊ ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കയറി വരണം. ഈ ഒരു സ്നേഹം നമ്മളിൽ ഉണ്ടോ നോക്കണം. സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമുക്ക് പലപ്പോഴും അളന്നു നോക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഈ വചനങ്ങളാണ്. ആ വചനങ്ങൾ നമ്മളിൽ ക്രിയ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കർത്താവ് ഒരുക്കി തരുമ്പോൾ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ട് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നൊരു ഹൃദയത്തിന്റെ ഉടമകളായി വാസ്തവമായി ശിഷ്യന്മാരാകുന്നു എന്ന് പറയുന്ന കർത്താവിന്റെ വചനത്തിനൊത്തവണ്ണം വളരുന്നവരായിട്ടൊക്കെ തീരാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അഭ്യസനം തികഞ്ഞവരാണ് ഗുരുവിനെ പോലെ ആകുന്നത്, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി എന്ന് കർത്താവാണ് പറഞ്ഞത്. ആ കർത്താവ് ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വളർന്നു വരുവാൻ വേണ്ടിയിട്ട് അവന്റെ ശബ്ദവും അവന്റെ രൂപവും അവന്റെ വചനവും ഒക്കെ നമ്മളിൽ എല്ലായ്പ്പോഴും ഉണ്ടാകണം. അവന്റെ വചനം കേട്ട് അനുസരിക്കുന്നവനാണ് ഈ പറയുന്ന ഒരു തേജസ്സിലേക്ക് വളർന്നു വരുന്നത്. അപ്പോൾ ഗുരുവിനെ പോലെ ആയിത്തീരുന്ന ഒരു വ്യക്തി തേജസ് നിറയപ്പെടുകയാണ്. ആ സൂര്യന്റെ തേജസ്സുള്ള കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കത്തക്ക രീതിയിലാണ് ആ വ്യക്തിയെ ദൈവം ഒരുക്കിയെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെയും ഒക്കെ മരുഭൂമലയിലേക്ക് കൊണ്ടുപോയിട്ട് തേജസ്കരിക്കപ്പെട്ടവരായിട്ട് അവർ തീർന്നത്. അത് നമ്മൾ പ്രാപിക്കാനുള്ള ഒരു തേജസ്സിനെ വെളിപ്പെടുത്തി തന്നതാണ്. അപ്പോൾ ഈ ഒരു ബോധ്യത്തിലായിരിക്കണം നമ്മൾ ഓരോ ദിവസം ജീവിക്കേണ്ടത്. പലവിധമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒറ്റപ്പെടലുകളും നിരാശകളും ഇല്ലായ്മകളും കുറ്റപ്പെടുത്തലുകളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒക്കെ നടുവിൽ എന്നെ എന്തിനു വേണ്ടി കർത്താവ് വിളിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു ബോധ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആളുകളൊക്കെ വാക്ക് മാറിയാലും ആരൊക്കെ മാറിപ്പോയാലും വാക്ക് മാറാതെ കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ആ കർത്താവ് നമ്മളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. കർത്താവിനോട് ചേർന്ന് ഈ ജീവിതയാത്ര ഓരോ ദിവസം മുന്നോട്ട് പോകുവാനും കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ കണ്ണിമയ്ക്ക് രൂപാന്തരപ്പെടുന്ന ആ തേജസ്സിനെ മണവാട്ടിയായി ഒരുങ്ങുവാനും ആ കൂട്ടത്തിൽ തന്നെ ആയിരിക്കാനൊക്കെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. സർവ്വസ്വ പിതാവേ, അളവറ്റ കൃപയും കരുണയും ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവം ഞങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്നു. ഞങ്ങളുടെ വചനത്തിൽ മറന്നേക്ക് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും കർത്താവ് ഞങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുള്ളവരായി ഞങ്ങൾ ജീവിക്കണമെന്ന് തിരിച്ചറിയാതെ ജ്ഞാനമുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകുകയും ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ചത് അനുസരണത്തിന് വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ് അനുസരണക്കേടിന് മക്കളിൽ ഉണ്ടായിരുന്ന എല്ലാ സ്വഭാവങ്ങളെയും ഞങ്ങൾ നീക്കി വചനാനുസരണത്തിൽ കൂടി അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും അനുസരണമുള്ള മക്കളായി തീരുവാൻ തക്കവണ്ണം ഇവനെന്റെ പ്രിയപുത്രൻ ഇവിടെ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് സ്വരം വന്ന കർത്താവ് ഞങ്ങൾ കേട്ടതുപോലെ കേൾപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെ കുറിച്ച് പറയാൻ തക്കവണ്ണം ഒരുങ്ങുവാൻ എല്ലാവരെയും സഹായിക്കണം. ലോകമോടുള്ള മണവാട്ടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനാഥർ വിധവമാർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. ഞങ്ങളുടെ സമാധാനത്താൽ, സ്വസ്ഥതയാൽ, സന്തോഷത്താലൊക്കെ നിറയ്ക്കണം കർത്താവ്. ദൈവത്തിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.